ഗം ഗണപതയേ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ശനിയാഴ്ചയും ചതുർത്ഥിയും പഞ്ചമിയും ചേർന്ന് വരുന്ന നാളെ 2026 ജൂലൈ 4 ശനിയാഴ്ച വളരെ വിശേഷപ്പെട്ട ദിനമാണ്. ശനിയാഴ്ച വരുന്ന കൃഷ്ണപക്ഷ ചതുർത്ഥി ആയതിനാൽ ഗണേശ ആരാധനയ്ക്ക് ഏറ്റവും വിശേഷമാണ്. അന്നേ ദിവസം ഗണേശനെ അടിയുറച്ച ഭക്തിയോടെ ആരാധിക്കുന്നത് മൂലം ജീവിത വിജയവും മാനസിക ശാന്തിയും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കുന്നു. ഈ അവസരത്തിൽ ചതുർത്ഥിയുടെ മഹാത്മ്യം കൂടി മനസ്സിലാക്കാം. ഹിന്ദു വിശ്വാസപ്രകാരം ഗണപതി വിനായകനായും ഗണനായകനായും വിഘ്നേശ്വരനായും ഏകദന്തനായും ഒക്കെ അറിയപ്പെടുന്നു. എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഗണപതിയെ സ്മരിക്കുന്ന വിശ്വാസമാണ് ഹിന്ദുവിൻ്റേത്. ജീവിതത്തിലെ സകല തടസ്സങ്ങൾ നീങ്ങുന്നതിനും പുതിയ തുടക്കങ്ങൾ മംഗളകരമാകാനും ചതുർത്ഥി ദിവസം ഗണപതിയുടെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഹായിക്കുന്നത്. ചതുർത്ഥി തിഥി ജൂലൈ 3 പകൽ 11:20 ആരംഭിച്ച് ജൂലൈ 4 ഉച്ചയ്ക്ക് 12:40 അവസാനിക്കുന്നു. നാളെ ശനിയാഴ്ച ആയതിനാൽ ശനിദോഷങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും പൂജകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നാളെ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി സൂര്യഭഗവാന് ജലം സമർപ്പിച്ച് തുളസിക്ക് ദീപം വെച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഓം ഗം ഗണപതയേ നമഃ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് ഏറ്റവും പുണ്യവും വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കുന്നതുമാണ്. കൂടാതെ അറിയുന്ന ഗണേശസ്തുതികൾ ജപിക്കുന്നത്, മോദകം, അവൽ, പഴം ഇവയൊക്കെ നിവേദിക്കുന്നതും നന്ന്. ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അനുഷ്ഠിക്കുക. വിഘ്നങ്ങൾ മാറാനും സാമ്പത്തിക പുരോഗതിക്കും കുടുംബ സൗഖ്യം എന്നീ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ഗണപതി പൂജയും ചതുർത്ഥി വ്രതാനുഷ്ഠാനവും സഹായിക്കും. ഗണപതി പൂജയും ചതുർത്ഥി വ്രതാനുഷ്ഠാനവും നാളെ രാവിലെ 7:30 മുൻപായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ദിവസത്തെ പ്രാർത്ഥനകളിലൂടെ വിഘ്നങ്ങൾ നീങ്ങുകയും വിദ്യാഭ്യാസത്തിലും ജോലിയിലും വ്യാപാരത്തിലും പുരോഗതി ലഭിക്കുകയും സാമ്പത്തിക തടസ്സങ്ങൾ മാറി കുടുംബ സൗഖ്യവും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും. ഉച്ചയ്ക്ക് 12:40 ശേഷം കൃഷ്ണപക്ഷ പഞ്ചമി ആരംഭിക്കുകയായി. അതായത് 2026 ജൂലൈ 4 ശനിയാഴ്ച കൃഷ്ണപക്ഷ ചതുർത്ഥിയും പഞ്ചമിയും ചേർന്ന് വരുന്ന വിശേഷ ദിവസമാണ്. പഞ്ചമി തിഥിയുടെ പ്രധാന സമയം ജൂലൈ 4 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്, അഥവാ സന്ധ്യയ്ക്കാണ്. ശനിയാഴ്ച രാവിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ഉള്ളതിനാൽ ക്ഷേത്രദർശനം നടത്തി ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുന്നത് ഏറ്റവും പുണ്യം. സർവ്വവിധ വിഘ്നങ്ങളും ഇല്ലാതാകും. ശനിയാഴ്ചയും ചതുർത്ഥിയും പഞ്ചമിയും ചേർന്ന് വരുന്നതിനാൽ ശനിദേവനെയും നാഗദേവങ്ങളെയും വിഷ്ണുനാമജപവും പൂജയും ശ്രേയസ്കരമാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ ശനിദേവന് എള്ളെണ്ണ ദീപം സമർപ്പിക്കുന്നത് ശനിദോഷം നീങ്ങാൻ സഹായിക്കും. പഞ്ചമി തിഥി സന്ധ്യയ്ക്ക് വരുന്നത് ജൂലൈ 4 ശനിയാഴ്ചയാണ്. അതിനാൽ പഞ്ചമി പൂജ ചെയ്യേണ്ട സമയം ശനിയാഴ്ച സന്ധ്യയ്ക്കാണ്. ശനിയാഴ്ച സന്ധ്യയ്ക്കുള്ള പഞ്ചമി പൂജയ്ക്ക് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നാളികേര വിളക്ക് തെളിയിക്കുന്നതും നാളികേരത്തിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് തെളിയിക്കുക, അത് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക. ജൂലൈ 4 ശനിയാഴ്ച പിറന്നാൾ വരുന്നവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും പിൻവിളക്ക്, കുടുംബക്ഷേത്രത്തിൽ നെയ്വിളക്ക്, പായസം, പൂമാല, ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് എന്നിവ ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.